സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. സോ ഇന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളയിലേക്ക് തിരിച്ചു പോണേണ്. അതും വൺ ഓഫ് ദി ലോവസ്റ്റ് റേറ്റഡ് ബസ് അറ്റ്ലസ് ട്രാവൽ. Just 2K bro, that's it. അറ്റ്ലസ് ട്രാവൽ Atlas Travels. അറ്റ്ലസ് ട്രാവൽസ് 2.8 2.1. 2.8 അങ്ങനെ എന്തോ റേറ്റിംഗ്. ഞങ്ങൾ അത് ബുക്ക് ചെയ്യാൻ കാരണം ടാക്സ് കഴിഞ്ഞിട്ട് റേറ്റിംഗോ അല്ല, ടാക്സ് കഴിഞ്ഞിട്ട് 2.1 അല്ലെങ്കിൽ 2. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? 2K ആണ്. ടിക്കറ്റ് റേറ്റിംഗ്. റേറ്റിംഗ് അത് 2.8 and just based on 56 customers. അതെ, അത് ബുക്ക് ചെയ്യാൻ കാരണം ദീപാവലിക്ക് ബാക്കി എല്ലാ ബസ് ഫുള്ളും പിന്നെ ഉള്ളതിലെല്ലാം ഭയങ്കര തിരക്കായോണ്ടാണ് ഇത് ബുക്ക് ചെയ്തത്. സോ വേറെ വരിയില്ലാത്തതുകൊണ്ട് ഇത് തന്നെ ബുക്ക് ചെയ്ത്. അപ്പോൾ ഞങ്ങള് പാക്കിങ് ചെയ്യണം, ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം. കാരണം 8 മണിക്കാണ് ബസ്. അപ്പം പി ജിയില് ഫുഡ് റെഡി ആകുമ്പോഴത്തേക്ക് ലേറ്റ് ആകും. അപ്പം പുറത്തുനിന്ന് കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പം നമുക്ക് നേരെ പാക്കിങ്ങിലേക്ക് പോവാം. അങ്ങനെ എൻ്റെ പാക്കിങ് കഴിഞ്ഞ് ഈ ബാഗും ലാപ്ടോപ്പും സാധനങ്ങളും കുറച്ച് ഡ്രസ്സും അലക്കാനുള്ള കുറച്ച് തുണി പിന്നെ അവിടെ പോകുമ്പോൾ ഇടാനുള്ള കുറച്ച് ഡ്രസ്സും. റോണത്തിന്റെ ബാഗ് ഭയങ്കര വലിയ ബാഗായിട്ടില്ല. അവന്റെ പാക്കിങ് ഇപ്പോഴും കഴിയണം. എന്തായാലും ചിന്തിക്കാൻ കാരണം ഈ പ്രാവശ്യം അധികം ഡ്രസ്സ് കൊണ്ടുപോകാനുള്ള 2 ആഴ്ച മുമ്പ് പോയി വന്നോളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല. ബാക്കി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കാണിക്കാം അല്ലേ. Bro decided to change bags finally. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാൻ തീരുമാനിച്ച് ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോണേണ്. നല്ല കട തപ്പിക്കൊണ്ടിരിക്കണം. ഷാർമ എത്തി. 2 ഷാർമ വെച്ചാൽ മേടിച്ചേക്കണം. കാരണം 100 രൂപക്ക് 2 കിട്ടും ഓഫർ. അപ്പം അതുകൊണ്ട് അങ്ങനെ മേടിച്ചേക്കണം അല്ലേ. ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഷാർമ നല്ല ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ അറിയില്ല, കണ്ടറിയാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഫുള്ളായി, വയറ് ഫുള്ളായി. പക്ഷേ ഞങ്ങളുടെ സ്വഭാവം വെച്ച് രാത്രി ആകുമ്പോൾ വിശക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് നിങ്ങൾ സ്നാക്സ് കഴിക്കാമെന്ന് മേടിച്ച് വെക്കാം. എന്താ നമ്മൾ ബസ്സിൽ രാത്രി പോകുമ്പോൾ വിശന്ന കഴിക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് മേടിക്കാൻ പോണേ. കാശിന്റെ അഹങ്കാരമാണെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ എവർ ജ്യൂസ് കടയ്ക്ക് ഷാർജ ഷേക്ക് കുടിക്കാൻ തീരുമാനിച്ച്. ഇവിടെ കണ്ടിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഷാർജ ഷേക്ക് കുടിക്കണം. ഓക്കെ, ഷാർജ ഷേക്ക് കൂടി ഏതെങ്കിലും ഒരു ഷേക്ക് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കുടിക്കണം. അപ്പൊ കുറ്റം പറയാറുണ്ട്. ബസ്സിൽ പോകുമ്പോ വയറ് സീനാവാന്നൊരു ഒരു പേടിയുണ്ട്. non-AC സ്ലീപ്പർ ബസ്സാണ്. ശോഭമായിരിക്കും. ആദ്യത്തെ non-AC സ്ലീപ്പറിൽ പോകണം. അപ്പൊ എങ്ങനെ ഉണ്ടാവും അറിയില്ല. അയ്യോ, 2 ഷവർമ, ഷാർജ ഷേക്ക്, ക്രീം ബൺ. ഇപ്പോഴും ഓവർലോഡ്. അതെ, പണി മാലോന്ന് സംശയമുണ്ട്. കണ്ടറിയാം. വലിയ കാര്യത്തിൽ മേടിച്ച് കഴിക്കുമ്പോൾ പെട്ട് ഒരു ഷവർമ റോള് മതിയായിരുന്നല്ലേ. ഞങ്ങൾ ഷേക്ക് കുടിക്കാനുള്ള പ്ലാൻ ഉണ്ടായില്ല. ശരി, കടയുടെ മുമ്പിലെത്തിയപ്പോഴാ ഇനി ഇതെന്ത് ചെയ്യുന്നാവോ. ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. വീട്ടിൽ പോയി കഴിക്കാൻ. വേറെ വീട്ടിൽ പോയിട്ട് കൊണ്ട് ഏതോ വയറ് ഫുള്ളായി. ബസ് ഇരിക്കുമ്പോ ഇപ്പൊ കുളിച്ച് റെഡിയാവും. വെയിറ്റിംഗ് ഫോർ ഓട്ടോ, യൂബർ ഓട്ടോ.
അങ്ങനെ DHLന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങള് 15 മിനിറ്റ് നേരത്തെയാണ് ബസ് വരാൻ സമയമുണ്ട്. അപ്പൊ പ്രശ്നമില്ല. വെയിറ്റിംഗ്. ഇതുവരെയായിട്ട് ബസ് വന്നിട്ടില്ല. ഞാനാണെങ്കിൽ ആ ഷാർജ ഷേക്കും ഷാർമയും കഴിച്ചിട്ട് വയറെന്തോ പോലെ വെരി പെയിൻഫുൾ. എന്താണെന്ന് അറിയില്ല. എനിക്കുമുണ്ട് ഡോൺ വറി, അവന് അവനും വേണ്ടെന്നാ പറയണ. അയ്യോ കഴിക്കണ്ടായിരുന്നു അത്ര. എന്തിനായിരുന്നു? നിനക്കൊന്നും തടയായിരുന്നു. വാക്ക് പറഞ്ഞിങ്ങനെ അത്ര കഴിക്കൂലായിരുന്നു. My God, sentimental and psychological move. പക്ഷെ നീ കഴിക്കാൻ വന്നതോ എനിക്ക് പോലും നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഞങ്ങൾ കുറവുള്ളൂ. ബസ്സില് എന്താണെന്ന് അറിയില്ല. നോക്കാം. പിടിച്ചാ നാളെ രാവിലെ നേരത്തെ എത്തും. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 6 മണി 7 മണിക്കുള്ളിൽ എത്തും. അപ്പൊ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പിടിച്ചേക്കാം. നമ്മനെ വെക്കട്ടെന്നല്ലേ? ഇതൊക്കെയാണ് നെഗറ്റീവ്സ്. ഉള്ളി തുടങ്ങി നെഗറ്റീവ്. ഇതാ അകത്ത് കയറി ബസ്സിന്റെ. ഇത് നോൺ AC ബസ്സാണ് കേട്ടോ. പിന്നെ വെക്കാൻ ഇവിടെ മറ്റേ സ്റ്റാൻഡൊന്നും ഇല്ല പ്രത്യേകിച്ച്. ഫോൺ ഹോൾഡർ ഉണ്ട്, മൊബൈൽ മറ്റേ പിന്നെ കുപ്പി വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അങ്ങ് എടുത്താക്കണം. സീറ്ററും പിന്നെ മേലില് സ്ലീപ്പറും അങ്ങനത്തെ രീതിയിലുള്ള ബസ് എടുത്താക്കണം. അപ്പൊ അതുകൊണ്ട് കാര്യമെല്ലാം ഇരിക്കണ സീറ്റാണ്. ചെരുപ്പ് വെക്കാൻ പ്രത്യേകിച്ച് സ്ഥലമാണെങ്കിൽ ലൈറ്റൊന്നും വർക്കാവുള്ള ലൈറ്റൊന്നും പറക്കാവണില്ല. വിൻഡോ തുറക്കാൻ പറ്റും, കുഴപ്പമില്ല. വിൻഡോ തുറക്കാൻ പറ്റുന്നത് കാറ്റ് കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. രാത്രി വല്ല ജീവികള് ബസ്സിന്റെ അകത്ത് കയറി ഇരിക്കും. അതെന്റെ പേടി. എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നുണ്ട് നിന്റെ. അറിയില്ല. നോക്കാം. ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട്. കർട്ടനൊക്കെ ഇടുന്നു. ഗായ്സ് ഇപ്പര ഓർത്തെ നമുക്ക് ഇവിടെ പുതപ്പില്ല യൂസ് ചെയ്യാൻ. അതെ, നോ പുതപ്പ്. അതെ, പുതപ്പില്ല. പില്ലോ മാത്രമേ ഉള്ളൂ. അത് മതിയാവുമായിരിക്കും. AC അല്ല. പിന്നെ ചൂട് അത്രയും ചൂടില്ല, കാരണം വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ചാൽ വലിയ സീനില്ല. അത്യാവശ്യം കാറ്റുണ്ട്. ഇപ്പൊ ബസ് നിർത്തിയാക്കണേ. 10 മിനിറ്റ് നിർത്തി വെച്ചേക്കണേ. അതെ. അങ്ങനെ 10 മിനിറ്റ് ബസ് നിർത്തി വെച്ച സമയത്ത് മുള്ളാൻ വന്ന് മൂത്ര വെച്ചപ്പോഴൊരു സമാധാനം. കുറെ നേരമായിട്ട് പിടിച്ച ചാക്കരായിരുന്നു അല്ലേ? പിടിച്ചേക്കായിരുന്നു. അതെ, ഇപ്പൊ വഹിച്ചപ്പ കുറച്ച് സമാധാനത്തിന് ഉറങ്ങാം. പോപ്കോണോ? വേണ്ട, രാത്രി ഓൾറെഡി ക്രീം ബൺ, ഷവർമ, പിന്നെ ഷാർജ. ഇനി അവന് പോപ്കോണും കൂടി വേണം. എന്താ പൊന്നോ? വേണ്ട, ഇന്നത്തേക്ക് ഇത്ര മതി. ഇനി പുസ്തകത്ത് ഉറങ്ങിയിട്ട് നാളെ രാവിലെ കാണാം. നാളെ രാവിലെ ഒരു 6 മണി 7 മണിക്ക് എത്തും. 7 മണിക്ക് എത്തും. അതെ, ഞങ്ങൾ ബൈക്കിലാണ് ഇറങ്ങണം. അപ്പം ഓക്കെ ഗൈസ്, ഞങ്ങൾ ഫോൺ ഹോൾഡറിൽ ഫോൺ ഇടാൻ നോക്കിയപ്പോൾ ഇതാണ് സംഭവം. ഫോൺ ഇടാൻ പറ്റുന്നില്ല, മേളിൽ തട്ടുന്നു. നീ സൈഡിൽ കൂടെ ഇടാൻ നോക്കി. പറ്റുള്ള ഞാൻ എൻ്റെ ഫോൺ ഇടാൻ ട്രൈ ചെയ്ത് പറ്റാനുള്ള മേളിലെ സീറ്റ് ബ്ലോക്ക് ചെയ്യുന്നു. മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. ജനകോടികളുടെ ലോവസ്റ്റ് ട്രാവൽസ്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. എങ്ങനെയെങ്കിലും വെക്കാൻ നോക്കാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ സമയം ഇപ്പോൾ എത്ര മണിയാ? സമയം ഇപ്പോൾ 8:22. 6 മണിക്ക് എത്തേണ്ട ബസ്സാണ്.
ഡിലേ കുഴപ്പമില്ല, ഡിലേ ഞാൻ അത്യാവശ്യം എക്സ്പെക്ട് ചെയ്തായിരുന്നു. പക്ഷേ ഉറക്കം വലിയ സുഖം ഉണ്ടായില്ല, അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. കാരണം കാല് നമുക്ക് ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് ഉറങ്ങാൻ പറ്റാറില്ല. ലൈക്ക് ലെഗ് സ്പേസ് കുറവാണ് കാല് സ്ട്രെച്ച് ഉറങ്ങാൻ വേണ്ടി. അപ്പം അതിനൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ തലേനെങ്കിലും അത്ര സോഫ്റ്റ് ഒന്നുമല്ല, കുറച്ച് ഹാർഡ് ടൈപ്പിലുമാണ്. ഈ രണ്ട് പ്രശ്നം മെയിനായിട്ട് ഉണ്ടായാൽ എല്ലാ കുഴപ്പമില്ല. പിന്നെ ഓൾറെഡി 2.8 ഉള്ളൂ, 10 പ്രതീക്ഷിക്കും. പിന്നെ ഈ മൊബൈൽ ഇന്നലെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും മൊബൈലൊന്നും അകത്ത് കയറുന്നില്ല. അതുകൊണ്ട് അതിൽ കയറും, അപ്പുറത്തേക്ക് കയറും. പക്ഷെ ഇവിടെ എല്ലാം ഓർമ്മത്തിലേ വർക്കാവുള്ളത്. ഈ ബസ് ബുക്ക് ചെയ്തപ്പോൾ 2000 രൂപയായി. 2000 രൂപക്ക് എന്തായാലും ഇല്ല അല്ലേ? ചുണ്ടൊക്കെ പൊട്ടിയണ്ട. ബിലോ 1000 ആണെങ്കിൽ മേ ബി യു ക്യാൻ കൺസിഡർ, അല്ലെങ്കിൽ ഞാൻ ഒട്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. A few minutes later. അങ്ങനെ പെട്ടി പുറത്തേക്ക് എടുത്ത്, അയ്യോ അത് മേലിന് സാധനം തുറക്കാൻ. പെട്ടി ഫുൾ പൊടിയായല്ലേ. ആ പെട്ടിയത് രണ്ടും ഫുള്ള് പൊടിയായി. ഗായ്സ്, അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് കേരളയിലേക്ക് എത്തി, അതും വൺ ഓഫ് ദ ലീസ്റ്റ് റേറ്റഡ് ബസ്സിൽ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ? ഓക്കെ, ബൈ.